ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 7-ാം തീയതിയാണ്. ഇന്ന് റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ദിനങ്ങളിലേക്കുള്ള 7-ാമത്തെ ദിവസമാണ്. നമ്മുടെ ഈശോ നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കും എന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. പൂമ്പാറ്റകളെ കണ്ടതും ശുദ്ധീകരാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായതും അത് വെറുതെ ഒരു തമാശയായിട്ട് ഞാൻ കണക്കാക്കിയുള്ളൂ. പക്ഷെ അതിൽ വലിയൊരു കാര്യമുണ്ടെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി. റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ ഈ 7-ാം ദിവസം ഞാൻ മറ്റൊരു തമാശയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാകും, ഈ 2 പൂമ്പാറ്റകളിങ്ങനെ ഇവരെപ്പോഴും വരില്ല. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ, ഇതിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ ഉണ്ണി ആശുപത്രിയിലാണ്, ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇറങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഉടനടി ഇവർ 2 പേരും വരും. പിന്നെ വേറെ കളറുള്ള പൂമ്പാറ്റയും വരും. അത് പൂക്കളുള്ള സ്ഥലത്ത് പൂമ്പാറ്റ വരും, അത് ഉറപ്പാണ്. എങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് ഓരോ ക്ലോസ് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ നിമിഷം വരുന്നത് ഒരു അതിശയമായിട്ട് എനിക്ക് തോന്നി. എങ്കിലും ഞാനത് കുറേയധികം വില കൊടുക്കുന്നില്ല, കാരണം ഇതൊക്കെ ബാലിശമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളല്ലേ എന്ന്. പക്ഷേ അതല്ല എന്ന് ഈശോ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി തന്നു. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ ആ വീഡിയോ ഇട്ടത് കുറേ പേര് വിളിച്ചു പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പൂമ്പാറ്റ വന്നപ്പോൾ ഞങ്ങൾക്കും ആഗ്രഹം. എന്നിട്ട് പൂക്കളില്ലാത്ത ഫ്ലാറ്റുകളിൽ ജീവിക്കുന്ന കുറേ മക്കൾ പറഞ്ഞു ഞങ്ങളും പ്രാർത്ഥിച്ചു, ആലിസേച്ചിക്ക് മാത്രം പൂമ്പാറ്റനെ കാണിച്ചു കൊടുക്കാവൂ, ഞങ്ങൾക്കും കാണിച്ചു തന്നുകൂടെ ഈശോയെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കണ്ട, ചേച്ചിക്ക് കാണിച്ചു തന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്തുണ്ടാകും? ചേച്ചിക്ക് കൊടുത്തതൊക്കെ നിങ്ങൾക്കും കിട്ടും. അപ്പോഴവർ പറഞ്ഞു അയ്യോ അത് വേണ്ട. അങ്ങനെ അത് വേണ്ടെന്ന് പറയരുത്. ഐ ലവ് യു ജീസസ് എന്ന് ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഈശോ സ്നേഹിക്കുന്നവരെ മുഴുവൻ സ്നേഹിക്കണം, ഈശോ സ്നേഹിക്കുന്നതിനെ മുഴുവൻ സ്നേഹിക്കണം, ഈശോ തരുന്നത് മുഴുവൻ സഹിക്കണം, ഏറ്റെടുക്കണം സന്തോഷത്തോടു കൂടെ. അപ്പോൾ അതുകൊണ്ട് അവിടെ കൊടുത്തില്ലേ അതുപോലെ ഇങ്ങോട്ട് താ എന്നൊരിക്കലും നമ്മൾ പറയരുത്. ഓരോരുത്തർക്കും ഓരോ കൃപകൾ അവരുടെ ശക്തിക്കനുസരിച്ച് കർത്താവ് കൊടുക്കുന്നതാണ്. പക്ഷേ നമ്മുടെ കർത്താവ് നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നു. ഈ മക്കൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ അവരും പ്രാർത്ഥിച്ചു. ആലിസേച്ചിക്ക് പൂമ്പാറ്റയെ കാണിച്ചു കൊടുത്തപ്പോൾ ആ ചേച്ചിക്ക് എന്തൊരു സന്തോഷം. ഞങ്ങൾക്കും അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഈശോയെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്, ഐ ലവ് യു ജീസസ്. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിലും ഞങ്ങളൊക്കെ ക്ഷമിച്ചു. ഇനി ആരെങ്കിലും ഞങ്ങൾ കുത്തുപാട് സംസാരം കുത്തി മുറിവേൽപ്പിക്കുന്ന സംസാരം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ മിണ്ടില്ല ഈശോയെ, അത് നീ തരുന്നതാണെന്ന് വെച്ചിട്ട് ഞങ്ങൾ മിണ്ടാണ്ടിരിക്കും. ഐ ലവ് യു ജീസസ്, ഐ ലവ് യു എന്നവർ പറഞ്ഞു. അവർ പറയാണ്, ചേച്ചി പൂക്കളില്ല ചെടികളില്ലാത്ത എൻ്റെ ഫ്ലാറ്റിൻ്റെ ഗ്രില്ല് ഡോറുമേ ആ സമയം വന്നിരുന്നു ഒരു പൂമ്പാറ്റ, ചേച്ചിയുടെ അവിടെ വന്നതുപോലെ തന്നെ ഒരു വെള്ള പൂമ്പാറ്റ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അതിശയമായി, സങ്കടമായി എന്നാണ് പറയുന്നത്. അവർ കരഞ്ഞു പോയി അവർ. കാരണം ഞാൻ പറഞ്ഞല്ലോ, പൂക്കളുള്ള ഈ പൂന്തോട്ടത്തിൽ പൂമ്പാറ്റ വരാതിരിക്കുമോ? അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈശോ പറയാണ്, നീ അങ്ങനെ ചിന്തിക്കണ്ട, ഞാൻ അയക്കുമ്പോഴാണ് ഈ പൂമ്പാറ്റ വരുന്നത്. അത് എനിക്ക് മനസ്സിലായത് ഗബ്രിയേലി ബോസിൻ്റെ പുസ്തകം തുറന്ന് നോക്കി ഞാൻ. ഈശോയെ ഇതൊക്കെ ഞങ്ങളുടെ ബാലിശമായ ചിന്തയല്ലേ, ഈ പ്രാർത്ഥിച്ചപ്പോൾ പൂമ്പാറ്റ വന്നു, പിന്നെ ശുദ്ധീകരാത്മാക്കളുടെ കളറുള്ള പൂമ്പാറ്റ അത് വന്നു ഇത് വന്നു എന്നൊക്കെ പറയുന്നത് ബാലിശല്ലേ, അത് വെറുതെ അവരിങ്ങനെ തോട്ടത്തിൽ വരുന്നതല്ലേ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ പുസ്തകം തുറന്നപ്പോൾ കണ്ട പേജ് എന്താണെന്നോ, നിൻ്റെ മട്ടുപ്പാവിൻ്റെ ഭിത്തികൾ മുട്ടാൻ മാത്രം തിരമാലകളെ പിടിച്ചു നിർത്തുന്ന ഒരു എൻജിനീയറുണ്ട് അല്ലേ? നിൻ്റെ മരങ്ങളിൽ പക്ഷികളെയും നിൻ്റെ പൂക്കൾക്ക് ചുറ്റും പൂമ്പാറ്റകളെയും വെച്ചത് ഏത് കച്ചവടക്കാരനാണ്? ഗബ്രിയേലിയോട് കർത്താവ് ചോദിക്കുന്ന ആ പേജാണ് എനിക്ക് കിട്ടിയത്. ഈശോ പറയാണ്, നിൻ്റെ മരങ്ങളിൽ പക്ഷിയെയും നിൻ്റെ പൂക്കൾക്ക് ചുറ്റും പൂമ്പാറ്റകളെയും വെച്ചത് ഏത് കച്ചവടക്കാരനാണ്? ഇന്ന് രാവിലെ നിൻ്റെ ദ്വീപ് മുഴുവൻ മഞ്ഞിൻ്റെ പട്ട് സ്കാർഫ് വിരിച്ചുകൊണ്ട് 2 നിലകൾ സൃഷ്ടിച്ചത് പട്ടുവ്യാപാരിയായിരുന്നു. നിൻ്റെ സ്ട്രോബെറി മരങ്ങൾ ഭാവിയിലെ നീണ്ട വിശ്രമത്തിനായി പഴങ്ങൾ നൽകുമ്പോൾ അക്കേഷ്യ മരങ്ങളിൽ മഞ്ഞ ഇലകൾ വളരെ മൃദുവായി പറിക്കുന്നത് ആരുടെ കൈകളിലാണ്?
ആരുടെ കൈകളാണ്? നിൻ്റെ കണ്ണ് തുറന്ന് എൻ്റെ സ്നേഹത്തിലേക്ക് നോക്കുക, ഞാനാണ് അവിടെ കടന്നു പോകുന്നത്. പ്രിയ കൂട്ടുകാരെ, സത്യം പറയാലോ, ഈ ബാലിശമായ ചിന്തകളെ ഓർത്ത് ഈ പുസ്തകം തുറന്ന് ഈ പേജ് കിട്ടിയപ്പോൾ ഞാൻ വിറച്ചു തുടങ്ങി. എൻ്റെ കർത്താവേ, തെറ്റിപ്പോയി. പൂമ്പാറ്റയെ വിടുന്നതും അവരെടുക്കുന്നതും പിന്നെ പേരമരത്തിന്മേൽ പേരക്കായ തരുന്നതും അത് വേറൊരു തമാശ. ഞാൻ ആ തമാശ കൂടി ഇന്ന് പറയാം. എല്ലാം ഈശോയാണ്. ഒരു ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്ന പോലെ ഒരു തലമുടി കൊഴിയുന്നുണ്ടെങ്കിൽ, ഒരില കൊഴിയുന്നുണ്ടെങ്കിൽ ഈശോയുടെ അറിവ് കൂടാതെയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ അതിങ്ങനെ സാധാരണ പൂക്കളുള്ളപ്പോൾ പൂമ്പാറ്റ ഉണ്ടാവുമല്ലോ. അല്ല, ചിലപ്പോഴൊക്കെ ആ ഉമ്മറത്ത് ചെന്നിരുന്നാൽ ഒരു പൂമ്പാറ്റേനെ കണി കാണാൻ പറ്റില്ല. മണിക്കൂറുകളോളം ഇരുന്നിട്ട് പൂമ്പാറ്റകൾ വരാതെ പോയിട്ടുണ്ട്. പക്ഷേ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു പൂമ്പാറ്റനെ കാണിച്ചു തരണേ എന്ന് പറയുമ്പോൾ ഈശോ പൂമ്പാറ്റനെ അയച്ചു തന്നിട്ട് ഈശോ പറയാണ്, ഇപ്പം നീ പറയുന്നുണ്ടോ അത് സ്വാഭാവികമാണെന്ന്. അതിൻ്റെ സംശയം തീർക്കാൻ ഞാൻ ഗബ്രിയേലിയോട് സംസാരിച്ച പുസ്തകം എടുത്ത് നോക്കിയത് ആത്മമിത്രം. അപ്പോൾ കിട്ടിയ പേജാണ് ഞാൻ വായിച്ചത്. അതിനിടയിൽ മറ്റൊരു തമാശയുണ്ടായി. റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുകയാണ് നമ്മൾ. ഈശോയുടെ സ്നേഹം, ഈശോയുടെ വിളിയാണ് നമ്മൾ കാതോർക്കുന്നത്. ഇത് വേറൊരു തമാശ. ഈ പേരക്കായ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാവും. എൻ്റെ വീടിൻ്റെ സൈഡിലൊരു പേരമരമുണ്ട്. അവിടെ എന്നും പോയി ഫ്രാൻസിസിൻ്റെ പേരക്കായ പൊട്ടിക്കും. ഈ പേരക്കായ പൊട്ടിക്കുമ്പോഴൊക്കെ ഇതുപോലെയുള്ള പേരക്കായ അത്ര മൂക്കാത്തതാണ് കിട്ടുക. അപ്പം നമ്മൾ മൂത്തത് വലുതുണ്ടോ എന്ന് നോക്കും. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഓരോ ഇലയും ആ തോട്ടി കൊണ്ട് നമ്മൾ നോക്കി അവിടെ മൂത്ത പേരക്കയുണ്ടോ എന്ന് നോക്കും. നമ്മൾ കാണില്ല കേട്ടോ, നമ്മൾ ഒരിക്കലും കാണില്ല. അങ്ങനെ നമ്മൾ ഒന്നും കാണണ്ട, ഇത്രയേ ഉള്ളൂ മൂത്തത് എന്ന് വിചാരിച്ച് മൂത്തത് പൊട്ടിച്ച് ഇങ്ങോട്ട് പോരും. പിറ്റത്തെ ദിവസം നമ്മൾ പേരയുടെ അടുത്ത് ചെല്ലുമ്പോൾ നാളികേരത്തിൻ്റെ വലുപ്പമുള്ള പേരക്കായ ദാ അവിടെ അണ്ണാൻകാരി കിളികൾ കൊത്തി കടയ്ക്ക് കിടക്കുന്നത് കാണാം. ഇത് ഇവിടുത്തെ സ്ഥിരം പതിവാണ്. നോക്കുമ്പോൾ ഒന്നും കാണില്ല. നമ്മൾ ഓരോ ഇലയും പൊക്കി നോക്കും, കാണില്ല. എന്നിട്ട് നമ്മൾ പിറ്റത്തെ ദിവസം വന്ന് നോക്കുമ്പോൾ എന്നെ നോക്കി പരിഹസിക്കുന്ന പോലെ എനിക്ക് തോന്നും. നീ ഇത്രയൊക്കെ നോക്കിയില്ലേ, ഇതാകെ എടുക്കണു വലിയൊരു പേരക്കായ. വലുതെന്ന് പറഞ്ഞാൽ നാളികേരത്തിൻ്റെ വലുപ്പമുള്ള പേരക്കായായിട്ട് ഈ പേരയുടെ ചുവട്ടിൽ കിടക്കണ കാണാം. ഞാൻ എപ്പോഴും ഇത് എന്തൊരു പ്രതിഭാസം, ഇന്നലെ നമ്മൾ എന്തോരം നോക്കിയതാ, എന്നിട്ട് ഈ പേരനെ കണ്ടില്ല, ഈ പേരക്കായനെ കണ്ടില്ല, ഇത് എവിടെ ഒളിഞ്ഞിരുന്നിരുന്നേ, അങ്ങനെയാണ് അന്ന് ചിന്തിച്ചുള്ളൂ. എന്നിട്ടൊരു ദേഷ്യവും തോന്നും. കണ്ടോ എത്ര നോക്കിയതാ എൻ്റെ കർത്താവേ, നീ ഈ കണ്ടില്ലേ ഈ പേരക്കായ ഞങ്ങൾ കാണിച്ചു തന്നില്ല എന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് പോകാറാണ് പതിവ്. ഈ ദിവസങ്ങളിലാണ് എനിക്ക് ഈശോയെ ഐ ലവ് യു എന്ന് പറയാൻ തോന്നിയത്. ഇങ്ങനെ ഇവിടെ പേരക്കായ പൊട്ടിച്ച് ഈ ദിവസം ഞാൻ പിറ്റത്തെ ദിവസം വന്ന് നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ ദാ കിടക്കുന്നു വലിയൊരു പേരക്കായ. ഞാൻ ഉടനടി ചിന്തിച്ചു, ഇതെന്തായിരിക്കും ഈശോ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം കേട്ടു, മോളെ നീ പറയുന്നില്ലേ ഐ ലവ് യു ജീസസ് എന്ന്? ഞാൻ ഈശോയാണ്. ഞാൻ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവാണ്. ഇതിലെ ഓരോ സൃഷ്ടികളെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഈ അണ്ണാനെയും കിളികളെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്നിൽ നിന്നും മറച്ചു പിടിച്ച് ഞാൻ അവർക്ക് വേണ്ടി ശരിയായ മൂപ്പിലും ശരിയായ പഴുപ്പിലും ഒരെണ്ണം വെച്ച് കൊടുക്കുന്നതാണ്. അതിന് യോനായോട് ചോദിച്ച പോലെ, നീ എന്തിനാ കെറുവിക്കണേ? നിന്നെ മാത്രം ഞാൻ സ്നേഹിച്ചാൽ മതിയോ? ലോകം മുഴുവനും എൻ്റെ അല്ലേ, എൻ്റെ സൃഷ്ടികളല്ലേ. ഞാൻ എല്ലാവരെയും, ദുഷ്ടനെയും ശിഷ്ടനെയും നല്ലവരെയും മോശപ്പെട്ടവരെയും വ്യഭിചാരിയെയും വിശുദ്ധനെയും ഒക്കെ ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. അവർ തരുന്ന വേദനകൾക്കാണ് വ്യത്യാസം, ഏറ്റക്കുറച്ചിൽ. പക്ഷേ ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകളില്ല. എൻ്റെ ഹൃദയം കത്തിജ്വലിക്കുകയാണ് നിങ്ങളോടുള്ള സ്നേഹത്താൽ. ഞാൻ ഓർത്തു, എൻ്റെ ദൈവം ഇത്രയും വർഷം ഈ പേരമരത്തിൻ്റെ ചുമട്ടിൽ ഇത്ര വലിയ പേരക്കായ പഴുത്ത് വീണത് കാണുമ്പോൾ ദൈവത്തിനെ കുറ്റപ്പെടുത്തി, അണ്ണാനെ കുറ്റപ്പെടുത്തി, ഞങ്ങൾക്കൊന്നും മൂത്തത് കിട്ടില്ല എന്ന് പറഞ്ഞ് പച്ച പൊട്ടിച്ച് കൊണ്ടുവരുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഐ ലവ് യു ജീസസ്.
നീ ലോകത്തിലെ നിൻ്റെ ഭൂമിയിലെ എല്ലാ സൃഷ്ടികളെയും നീ ഒരുപോലെ സ്നേഹിക്കുന്ന നല്ലവനായ കർത്താവേ, ഐ ലവ് യു. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഈ അണ്ണാനെയും കിളികളെയും സ്നേഹിക്കുന്നു. ലവ് യു, ലവ് യു, ലവ് യു. ഞാൻ പറഞ്ഞത് ആ കർത്താവേ, നീ തന്നെ തന്നിട്ടുള്ളത് ആ പാഷൻ ഫ്രൂട്ട് ഇതാ ഉണ്ടായി വരുന്നുണ്ട്. കിളികൾക്കോ അണ്ണാനോ ആർക്കാണ് വേണ്ടതെങ്കിലും നീ ഇഷ്ടം പോലെ കൊടുക്കണേ, എന്നിട്ട് എനിക്കും തരണേ. നീ എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ എനിക്കും എല്ലാവരെയും സ്നേഹിക്കാൻ കൃപ തരണേ കർത്താവേ. ആദ്യമായിട്ട് മൂത്തുപഴുത്ത പേരക്കായ താഴത്ത് വീണ് കിടന്നപ്പോൾ ഞാൻ ഐ ലവ് യു എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. ഈശോയുടെ സ്വരം കേട്ടത് കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു പോകുന്നതിന്. പ്രിയ സഹോദരങ്ങളെ, നമ്മളിങ്ങനെയാണ് നമുക്ക് ഈശോയുടെ സ്നേഹം, ഈശോയ്ക്ക് എന്നെ സ്നേഹം. ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരണം. ഇതാണ് നമ്മുടെ സങ്കുചിതമായ ചിന്ത. ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. പാപികളെ നോക്കിയിട്ട് ഈശോ പറയും, ഐ ലവ് ദം. എനിക്ക് ഭയങ്കര സ്നേഹമാണ് അവർ, പക്ഷെ അവരെന്നെ സ്നേഹിക്കുന്നില്ല. എന്തു ചെയ്യും? അവർക്ക് എൻ്റെ സ്നേഹം തിരിച്ചറിയാൻ, എൻ്റെ മക്കളെ, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? നിങ്ങൾ അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുമോ? ഇത് തന്നെയാണ് റോസ മിസ്റ്റിക്ക മാതാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ട് ഈശോ ചോദിക്കുന്നത്. എൻ്റെ മക്കളെ, ഞാൻ എൻ്റെ സമർപ്പിതരെ എന്തുമാത്രം സ്നേഹിക്കുന്നെന്നറിയോ? അവരിൽ എനിക്ക് എന്തുമാത്രം പ്രതീക്ഷയുണ്ടെന്നറിയോ? ആ പ്രതീക്ഷ മുഴുവൻ കളഞ്ഞു പോകുമ്പോൾ ഈ ഈശോ എന്തോരം വേദനിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി സ്നേഹിപ്പിക്കാൻ, എന്നെ സ്നേഹിപ്പിക്കാൻ, അവരുടെ പാപങ്ങൾക്ക് നിങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ അവരൊക്കെ നശിച്ചു പോകും. പരിശുദ്ധ അമ്മ അതാ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വിളിക്ക് കാതോർത്തില്ലെങ്കിൽ വലിയ ഭീകരമായ അവസ്ഥയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ വിളിക്ക് കാതോർത്ത് നിങ്ങൾ അതനുസരിച്ച് ചെയ്താലോ അനേകം മക്കളെ ഈശോയ്ക്കായി നേടിക്കൊടുക്കാം. അപ്പോൾ അണ്ണാൻ കാരുന്ന പേരക്കായ ഓർത്ത് ഒരിക്കലും വിലപിക്കരുത്. പിശാച് അവൻ്റെ അടിമത്തത്തിലാക്കിയിരിക്കുന്ന ഓരോ മക്കളെ കാണുമ്പോഴും ഈശോയോട് പറയണം, ഐ ലവ് യു ജീസസ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നീ സ്നേഹിക്കുന്നവരെയും ഞാൻ സ്നേഹിക്കും. നിനക്കിഷ്ടമുള്ളവരെ നിനക്ക് വേണ്ടി നേടിത്തരാൻ ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ, അത് എപ്പോഴും കൂടെ നിൽക്കുന്നവരുടെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളാകാം. ചിലപ്പോൾ ഇങ്ങനെ ചിലരുടെയൊക്കെ സംസാരിക്കുമ്പോൾ ഒറ്റ മിനിറ്റിൽ നമുക്ക് വെറുപ്പാവും. കാരണം അവരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുപോലെ പല അർത്ഥങ്ങൾ വെച്ച് സംസാരിക്കും, നമ്മളെ വേദനിപ്പിക്കുന്നത്. അത് കൂടെ നിൽക്കുന്നവരിൽ നിന്ന് കിട്ടുമ്പോഴാണ് വിഷമം. ഒരിക്കലൊരു സഹോദരിയോട് ചോദിച്ചു, ദൈവം എനിക്ക് സഹിക്കാൻ പറ്റണില്ല, വിട്ടുപോകാൻ പറ്റുമോ? എങ്ങനെ പോണേ 2-3 പിള്ളേരായില്ലേ, ഇനി എവിടെ നിന്ന് വിട്ടുപോകണു? അതുകൊണ്ട് സഹിച്ച് നിൽക്കുക. ഒട്ടുമിക്ക ആളുകളും ഇതുപോലെ പല സഹനങ്ങളും സഹിച്ചാൽ നിൽക്കണേ. അവരോടൊക്കെ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ പാപിയായി എനിക്കും മനസ്സിലാക്കി തരാനുള്ളത് അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശ്, വേറെ ഒന്നല്ല കുരിശ്. ഇവരൊക്കെ സംസാരിക്കുമ്പോൾ, ഇവരൊക്കെ വേദനിപ്പിക്കുമ്പോൾ, ഇവരൊക്കെ ചതിക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ, നമ്മളെക്കുറിച്ച് വേണ്ടാധീനങ്ങൾ പറഞ്ഞു പരത്തുമ്പോൾ കേൾക്കണ കഥകൾ കേട്ടാലുണ്ടല്ലോ, ഞാൻ പറയും സാരില്ല, പിശാച് കാരി വെച്ച ആളുകളാണ് പിശാച് ബന്ധിച്ചിട്ടുള്ളതാണ്. ആ പിശാചിൻ്റെ പിടിയിൽ നിന്ന് അവരെ രക്ഷിക്കാനാണ് ഈശോ നമ്മളോട് റോസ മിസ്റ്റിക്ക മാതാവ് വഴി പറയുന്നത്. അങ്ങനെയാണ് അമ്മ പറഞ്ഞത് 1973 പ്രത്യക്ഷപ്പെട്ടപ്പോൾ, എൻ്റെ പുത്രൻ, നിങ്ങളുടെ ദൈവം ഇങ്ങോട്ട് അയച്ചിരിക്കുക. എന്തിനാണെന്നറിയോ? ഈ മക്കളെയെല്ലാം ഈശോയ്ക്കായി നേടിക്കൊടുക്കാൻ. നിങ്ങളോട് പ്രാർത്ഥിക്കുമോ, പരിഹാരം ചെയ്യുമോ, അനുതാപത്തിലേക്ക് നയിക്കുമോ? ഈ ചോദ്യങ്ങളാണ് പരിശുദ്ധ അമ്മ നമ്മളോട് ചോദിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈശോയെ ശരിക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞ് നോക്കിയാൽ അനുഭവം ഉണ്ടാകുമെന്ന് എനിക്ക് വരുന്ന മെസ്സേജുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഫ്ലാറ്റുകളുടെ മുകളിൽ താമസിക്കുന്ന ആളുടെ അടുത്ത് ഇതുപോലൊരു പൂമ്പാറ്റ വന്നിരിക്കണമെങ്കിൽ ഞാൻ ചിന്തിച്ചതുപോലെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ചേച്ചി എന്തിനാ ഈ പൂമ്പാറ്റയുടെ വിശേഷമൊക്കെ പറയുന്നത്? എല്ലാ വിശേഷവും സുവിശേഷമാണെന്ന് ഈശോയുടെ ആ ഒരു കണ്ണുകളിലാണ് നമ്മളെപ്പോഴും എന്ന്. അങ്ങനെയാണെങ്കിൽ പൂമ്പാറ്റയും സുവിശേഷമാകും, കാട്ടാനയും സുവിശേഷമാകും. കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ
എന്താണ് സാധ്യമല്ലാത്തത്? അങ്ങനെ ഓർത്തിട്ട് എല്ലായ്പ്പോഴും ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട കേട്ടോ. എല്ലായ്പ്പോഴും ഇങ്ങനെ വന്നു എന്ന് വരില്ല. ഒരിക്കൽ ഞാൻ പരിശുദ്ധ ഈശോയുടെ ടൂറിനത്തെ കച്ചയുടെ മുമ്പിൽ കത്തുന്ന ആ എണ്ണ ഞങ്ങൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു മകൻ അയച്ചു തന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, ചേച്ചി അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്കെന്താ. ഞാൻ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? അത് ക്യാൻസർ ആയതുകൊണ്ടും മരണത്തിൻ്റെ അടുത്ത് ഞങ്ങൾ നിൽക്കുന്നത് കൊണ്ടും വേറൊരു ട്രീറ്റ്മെൻറ്റുകളും ഞങ്ങൾ ചെയ്യാത്തത് കൊണ്ടും ഞങ്ങൾക്ക് ഈശോയിൽ ഉറപ്പുള്ള ശരണുള്ളത് കൊണ്ടും വിശ്വാസമുള്ളത് കൊണ്ടും സഹിക്കാമെന്ന് ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നത് കൊണ്ടും ഈശോ തന്ന ആ എണ്ണ പുരട്ടുമ്പോൾ അത്ഭുതം സംഭവിക്കും. അത് വിചാരിച്ച് എല്ലാവർക്കും ഈ എണ്ണ തേക്കുമ്പോൾ അത്ഭുതം സംഭവിക്കില്ല സഹോദരങ്ങളെ. അവിടെയാണ് തെറ്റുപറ്റുന്നത്. അത് കർത്താവിന് എല്ലാവർക്കും കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മൾ ഓരോ കാര്യം വിശ്വാസത്തോടെ ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ പകർച്ചവ്യാധിക്ക് പറ്റിയ എണ്ണയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്. അത് ലോകത്തിലെല്ലാവർക്കും അത് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഒരു വെളിച്ചെണ്ണ മതിയായിരുന്നല്ലോ. പിന്നെ ആശുപത്രികളൊക്കെ പൂട്ടി വയ്ക്കാം. ഇപ്പോൾ എനിക്ക് ഈശോയുടെ ടൂറിനത്തെ കച്ചയുടെ മുമ്പിൽ കത്തുന്ന ആ വെളിച്ചെണ്ണ കിട്ടിയെങ്കിൽ, തൈലം കിട്ടിയെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ തൈലം അങ്ങോട്ട് എടുത്ത് എല്ലാവർക്കും കൊടുത്താൽ പിന്നെ നമുക്ക് ആയുർവേദത്തിലേക്കും പോകണ്ട, ഹോമിയോയിലേക്കും പോകണ്ട, അലോപ്പതിയിലേക്കും പോകണ്ട, എല്ലാ പകർച്ചവ്യാധികളും മാറും. അങ്ങനെയില്ല. നമുക്കൊരു സാധനം ഈശോ തരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വിശ്വസിച്ച് അത് ഉപയോഗിക്കുന്നവരുടെ വിശ്വാസം, വിശുദ്ധി, സഹനം, പ്രാർത്ഥന ഇതൊക്കെ കണക്കിലെടുത്താൽ അത്ഭുതങ്ങൾ നടക്കുക. ഞാൻ പലർക്കും അവർ വന്ന് ചോദിക്കുമ്പോൾ പിന്നെ എന്താ ചെയ്യുക എന്ന് വെച്ച് ഞാൻ കൊടുക്കും. പക്ഷെ അവർക്കൊന്നും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. കാരണം അവർക്ക് ആഴമുള്ള വിശ്വാസമില്ല. പിന്നെ ഒരിക്കലും ശരണമില്ലാണ്ട് ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈശോയുടെ രക്തവും ഈശോയുടെ തിരുശരീരം പരിശുദ്ധ കുർബാനയല്ലാതെ വേറെ ശരണമില്ല. ഞങ്ങളുടെ ഏക ശരണം യേശുവാണ്. അതുകൊണ്ട് അത്രമാത്രം ശരണം ഉണ്ടെങ്കിൽ ഏതൊരുവൻ്റെ ജീവിതത്തിലും വിശ്വസിച്ച് നമ്മൾ എന്തുപയോഗിച്ചാലും അവിടെ കർത്താവ് പ്രവർത്തിക്കും. മർക്കോസ് 16 നമ്മൾ വായിക്കുന്ന പോലെ, മാരകമായത് എന്ത് കുടിച്ചാലും അത് നിന്നെ ഉപദ്രവിക്കില്ല. നീ എന്ത് വിശ്വസിക്കുന്നോ അത് സംഭവിക്കും. അതിന് വിശ്വാസത്തിൻ്റെ തോത് അതാണ് പ്രധാനം. വിശുദ്ധി, സഹനം, പ്രാർത്ഥന. ഈ പൂമ്പാറ്റ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ മുതലിങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുക എൻ്റെ മുമ്പിൽ കിടന്ന്. പിന്നെയും കുറേ ശിഷ്ടജാലങ്ങളുണ്ട് കേട്ടോ. മയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നത് നിങ്ങൾ കാണാറുണ്ടല്ലോ. പിന്നെ എൻ്റെ എവർഗ്രീൻ്റെ അവിടെ 38 വർഷമായിട്ട് എപ്പോഴും കിളികൾ ഇങ്ങനെ പെറ്റുപെരുകി പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് വീണ്ടും ഒരു സെറ്റ് വന്നിട്ടുണ്ട്. എന്നും കിളികളാണ്. അവർക്ക് പറ്റിയ ഇടമാണ് ഇവിടെ. അതുപോലെ കർത്താവിൻ്റെ മായാവിലാസങ്ങൾ പുറത്തിറങ്ങി നോക്കിയാൽ ഗബ്രിയേലിയോട് പറഞ്ഞതുപോലെ ഈശോ നമ്മളോടും ചോദിക്കും, നീ ഇപ്പോൾ നിൻ്റെ വീട്ടിൽ താമസിക്കുന്നത് നിൻ്റെ വൈഭവം കൊണ്ടാണോ, നിൻ്റെ കഴിവ് കൊണ്ടാണോ? അല്ല, അത് ഞാനാണ് നിനക്ക് തന്നത്. നിനക്ക് കിട്ടിയിട്ടുള്ള ജീവിത പങ്കാളി നീ നിൻ്റെ കഴിവ് കൊണ്ടാണെന്നാണോ നിൻ്റെ വിചാരം? അല്ല, ഞാനാണ് അവളെ നിനക്ക് ഏൽപ്പിച്ച് തന്നത്. കുറവുകളുണ്ട്. അതുപോലെ നിൻ്റെ മക്കൾ. ഈശോ എന്നോട് പറയും, ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ദിവസത്തിൽ ഒരു 2 മിനിറ്റ് ഒന്നിരുന്ന് ചിന്തിക്കണമെന്നാണ് ഈശോ പറയുന്നത്. ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. നിനക്ക് കിട്ടിയ ഈ വീട്, നിൻ്റെ ഈ പറമ്പ്, നിൻ്റെ ജീവിത പങ്കാളി എങ്ങനെയാ നീ നേടിയെടുത്തത്? അതിന് നീ എന്തുമാത്രം നാടകങ്ങൾ കളിച്ചു. ഇന്ന് നിൻ്റെ കൂടെയുള്ള മക്കൾ, ഇന്ന് നിൻ്റെ ചുറ്റുമുള്ള കാണുന്നത് മുഴുവൻ നീ എങ്ങനെയാണ് നേടിയെടുത്ത്? നീ അതിൻ്റെ മുമ്പിൽ എന്തുമാത്രം വേദനിച്ചു, എന്തുമാത്രം നീ ചതികൾ ചെയ്തു. രണ്ടും ഈശോ കാണുന്നുണ്ട്. ഈശോ എന്നിട്ട് പറയും, നീ എങ്ങനെ നേടിയെടുത്താലും നീ ഓർക്കണം, ഞാനെല്ലാം കാണുന്നുണ്ട്. നീ സഹിച്ചിട്ടാണെങ്കിൽ ആ സഹനത്തിൻ്റെ ഫലം നിനക്ക് ഞാൻ തരും. നീ ചതിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഫലവും നിനക്ക് കിട്ടും. പക്ഷേ 2 വഴിക്കും നേടിയെടുത്തത് ഞാൻ നിശബ്ദമായി നോക്കിയിരിക്കും. കാരണം ഞാൻ ദൈവമായ കർത്താവാണ്. എൻ്റെ ഒറ്റ ലക്ഷ്യം 2 രീതിയിലായാലും നിങ്ങളുടെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരണം, എന്നെ സ്നേഹിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാ ഞാൻ എൻ്റെ അമ്മയെ പറഞ്ഞയച്ചത്. മലർന്നു കിടന്ന് നീന്തുന്ന മീൻ ചത്തുപോയി കേട്ടോ. മീൻ മാത്രമല്ല, അക്വേറിയത്തിൽ മുഴുവൻ മീനുകളും ചത്തു. ഒരാൾ സ്വിച്ച് തെറ്റി ഓഫ് ചെയ്തതാണ്, ഞങ്ങളത് നോക്കിയില്ല.
3 ദിവസം കഴിഞ്ഞപ്പോഴാണ് നോക്കിയത്. അങ്ങനെ മലർന്നു കിടന്ന് നീന്തുന്ന ആലിസേച്ചി എന്ന മീൻ ചത്തുപോയി. ഇപ്പോൾ വേറെ മീനുകളാണ്, കുഞ്ഞേ മീനുകളാണ്, അവരെയാണ് ഈ കാണുന്നത്. ഇവർക്കും നല്ല ബോധമുണ്ട്. കുർബാന കഴിഞ്ഞ് കാർപ്പോർച്ചിലേക്ക് വന്നാൽ ഉടനടി കാൽപ്പെരുമാറ്റം കണ്ടാൽ ഇവർ കൂട്ടമായി നിൽക്കും. ഞാൻ പറയുന്നത് അന്തോണിസ് പുണ്യാള നിൻ്റെ മീനുകളാണ്, നീ നോക്കിക്കൊള്ളണേ എന്ന്. അങ്ങനെയാണ് അന്തോണിസ് പുണ്യാളൻ നോക്കും. ഞാൻ അറിയാതെ കയറി വന്ന അന്തോണിസ് പുണ്യാളനാണ് ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. എത്ര നാൾ നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൊട്ടിപ്പൊളിഞ്ഞ് പോകാറായി. പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ ഈ ദിവസങ്ങളിൽ നമുക്ക് അമ്മയുടെ വിളിയെ ഓർക്കാം. സഹിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? അതാണ് ഈ നെഞ്ചിലെ പൂക്കൾ പറയുന്നത്. പ്രാർത്ഥന, പരിഹാരം, പശ്ചാത്താപം. ഈ 3 കാര്യങ്ങളും ചെയ്യേണ്ടത് സമർപ്പിതർക്ക് വേണ്ടിയാണ്. ഞാൻ കീമോതെറാപ്പി കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒരച്ഛൻ അകലേന്ന് ദർശനം കിട്ടിയിട്ട് കൊണ്ടുവന്ന് തന്ന രൂപമാണിത്. അപ്പോൾ ഒരു കുഞ്ഞ് റോസാ മിസ്റ്റിക്കായും വലിയ റോസാ മിസ്റ്റിക്കായും. 14 വർഷം മുമ്പ് ഫ്രാൻസിസ് എൻ്റെ തൈറോയിഡിലെ ക്യാൻസർ മാറ്റിയിട്ട് വന്നതാണ് വലിയ റോസാ മിസ്റ്റിക്ക. പക്ഷേ ഇപ്പോൾ വീണ്ടും ക്യാൻസർ എൻ്റെ പിടിയിലായി. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, അത് 14 വർഷത്തേക്കുള്ള സൗഖ്യമായിരുന്നു. ഇനിയിപ്പോൾ 2ാമത്തെ സ്റ്റേജിലാണ്. ഇനി അത് സുഖമാക്കാൻ കർത്താവ് വരും. ഏത് വഴിയിൽ കൂടെയാണ് വരുന്നത്? പരിശുദ്ധ കുർബാനയിലൂടെയാണ് വരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ ക്യാൻസറാണ് കേട്ടോ. ലിവറിലും ലങ്സിലും പാൻക്രിയാസിലും ആമാശയത്തിനെയും ഒക്കെ തൊട്ട് തലോടി നിൽക്കുന്നൊരു ക്യാൻസർ. നോക്കാം, ഈശോയുടെ പരിശുദ്ധമായ രക്തം, തിരുരക്തത്തിൻ്റെ മാസമല്ലേ, കർത്താവ് എങ്ങനെ അത് കൊണ്ടുപോകും. എല്ലാം ഈശോയുടെ ഇഷ്ടം, എല്ലാം ഈശോയുടെ പദ്ധതി പോലെ നടക്കട്ടെ. ഈശോയുടെ ഇഷ്ടം ആത്മാക്കൾ നേടിക്കൊടുക്കലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, പരിഹാരം ചെയ്യാം, അനുതാപത്തിലേക്ക് നയിക്കാം.